ഹാവ് എ ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. ഒരു ലിങ്ക് ഉണ്ട് BC എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ വേറൊരു ലിങ്ക് ഉണ്ട്, ഇത് പോയിൻ്റ് ചെയ്യാണ്, AD എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ലിങ്ക് ഉണ്ട്. അതിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ P വിച്ച് ഈസ് ഈക്വൽ ടു 40 കിലോ ന്യൂട്ടൺ, ഞാൻ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല, ഞാൻ ഇവിടെ എഴുതുകയാണ്. P 40 കിലോ ന്യൂട്ടൺ എന്നുള്ള ഫോഴ്സ് ഞാൻ താഴത്തോട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ലിങ്ക് ADയിൽ. ലിങ്ക് BC 6 മില്ലിമീറ്റർ തിക്ക്. ഈ BC 6 മില്ലിമീറ്റർ തിക്കാണ് ആൻഡ് ഹാസ് എ വിഡ്ത്ത് ഓഫ് 30 mm. BCയുടെ വിഡ്ത്ത് 30 ആണ്. അത് മാത്രമല്ല ഇസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ ആവറേജ് സ്ട്രെസ് ആക്ടിങ് ഇൻ ലിങ്ക് BC? BCയിൽ ആക്ട് ചെയ്യുന്ന ആവറേജ് സ്ട്രെസ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ BC ഞാനൊന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. BC ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, തിക്നെസ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 6 mm ആണ്. ഇതിൻ്റെ വിഡ്ത്ത് തന്നിട്ടുള്ളത് 30 mm ആണ്. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ദ ക്രോസ് സെക്ഷണൽ ഏരിയ? ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയായിരിക്കും? വിൽ ബി 30 × 6 അല്ലേ, 180 mm സ്ക്വയർ. ഇതിവിടെ വെക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, നൗ നമുക്ക് വേണ്ടത് BC എന്നുള്ള ലിങ്കിലെ ആവറേജ് സ്ട്രെസ്സാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ പാസ് ചെയ്യുക, എന്നിട്ട് സ്വയം ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ സൊല്യൂഷനായിട്ട് വരാം. ഓക്കെ, നൗ BCയിലുള്ള ആവറേജ് സ്ട്രെസ്സ് കാണണമെങ്കിൽ നമ്മളെപ്പോഴും എന്ത് റിവേഴ്സായിട്ട് തിങ്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് എന്താണ്? സ്ട്രെസ്സാണ്. അതിന് നമുക്ക് വേണ്ടത് P ഡിവൈഡഡ് ബൈ ഏരിയ. ഈ P എന്നുള്ളത് ഈ P അല്ല കേട്ടോ. P എന്ന് പറയുന്നത് റെസിസ്റ്റീവ് ഫോഴ്സാണ്. ഞാൻ F എന്നുള്ള ലെറ്റർ ഡിനോട്ട് ചെയ്യുക, അതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. BCയിൽ ആക്ട് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സ്, അതായത് BCയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് BC അല്ലേ, അതാണ് നമുക്ക് എന്ത് തരിക? BCയിൽ ആക്ട് ചെയ്യുന്ന ആവറേജ് സ്ട്രെസ്സ് തരിക. അപ്പോൾ ഈ BC എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? അതിനാണ് നമ്മൾ പഴയ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് BC ഞാനിവിടെ മാറ്റി എഴുതുന്നുണ്ട്. ഓൾറൈറ്റ്, എന്നിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് ഈ BCയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്, അഥവാ FBC കണ്ടെത്താനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ AD എന്നുള്ള ലിങ്കിനെ ഞാൻ സെപ്പറേറ്റ് മാറ്റി വരയ്ക്കുകയാണ്. അതിനെ ഫ്രീ ചെയ്തിട്ട് വരയ്ക്കുകയാണ്. നമുക്കറിയാം എന്ത് ഫ്രീ ചെയ്ത് വരയ്ക്കുന്നതിനെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയും അല്ലേ. ഇപ്പോൾ ADൻ്റെ ഫ്രീ ബോഡി നമുക്ക് വരച്ച് നോക്കാം. ഒരു ഫോഴ്സ് P വിച്ച് ഈസ് ഈക്വൽ ടു 40 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പിൻ ജോയിൻ്റ് ആയതുകൊണ്ട് ഇവിടെ രണ്ട് രീതിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. എക്സിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുക, വൈയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, എക്സിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുക, അതിന് FXD എന്ന് എഴുതുന്നുണ്ട്. വൈയിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുക, FYD. കാരണം പിന്നാണെങ്കിൽ ഇപ്പോൾ ഒരു പിന്ന് ജോയിൻ്റ് ആണെങ്കിൽ ഈ പിന്നിന് എങ്ങോട്ട് എക്സിലും ഒരു ഫോഴ്സ് കൊടുക്കുക, വൈയിലും ഒരു ഫോഴ്സ് കൊടുത്തൂടെ. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഫോഴ്സ് വെച്ച് എഴുതുന്നത്. ഇനി അടുത്തതായിട്ട് C എന്നുള്ള പോയിന്റിൽ അല്ലേ ഒരു FBD എന്നുള്ള ഫോഴ്സ്, FBC എന്നുള്ള ഫോഴ്സ് ഈ ലിങ്ക് BC കാരണം ലിങ്ക് ADയിൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ. നമ്മളെന്താ നോക്കുന്നത്? ലിങ്ക് ADയിലുള്ള എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സസും നമ്മൾ മാറ്റി വരച്ചു. ഇതിനാണ് എന്ത് പറയുക? ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. ഓഫ് ലിങ്ക് AD.
ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്ക് എ ഡിയിലുള്ള എല്ലാ ഫോഴ്സുകളും വരച്ചു. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ അൺനോൺ ഈ എഫ് ബി സി ആണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്റ്റ് ടു ഡി, ഈ ഡിയെ സംബന്ധിച്ച് മൊമെൻ്റ് എടുക്കുക. മൊമെൻ്റ് എടുത്താൽ ഈ രണ്ട് ഫോഴ്സും നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എഫ് ബി സിയുടെ വാല്യൂ കിട്ടും. അതിന് മുന്നേ ഈ ലെങ്ത്ത് നമുക്ക് എത്ര അറിയാം, 300 mm ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് 115 തന്നിട്ടുണ്ട്. നൗ വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് എഫ് ബി സി അബൌട്ട് പോയിന്റ് ഡി? എഫ് ബി സി ഉണ്ടാക്കുന്ന മൊമെൻ്റ് എന്താണ് അബൌട്ട് പോയിന്റ് ഡി? എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ബി സി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അല്ലേ, ഈ ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ എടുക്കുക മൊമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട്. കാരണം നോക്കുക, ഡിയെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെയാണ് തിരിക്കാൻ ശ്രമിക്കുക ഡിനെ അല്ലേ. ഓക്കെ, ഇപ്പോൾ എഫ് ബി സി ഇൻറ്റു ഈ ലെങ്ത്ത് എത്രയാണ്? ഇത് ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 300 cos 30. ഞാൻ ഒന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇത് 300 ആണ്, ഇത് 30 ആണ്. അപ്പോൾ ഇത് 300 cos 30 വരും. ഈ ലെങ്ത്ത് 300 sin 30 വരും. ഓൾറൈറ്റ്, അപ്പോൾ എഫ് ബി സി ഇൻറ്റു 300 ഇൻറ്റു cos 30 ഇസ് ഈക്വൽ ടു, കണ്ട ഞാൻ ഇസ് ഈക്വൽ ടു എഴുതുന്നില്ല. എഫ് ബി സി ഇൻറ്റു 300 ഇൻറ്റു cos 30 ഏത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. പ്ലസ് ഇനി പി കാരണമുള്ള മൊമെൻറ്റ് ഈ ലെങ്ത് അല്ല നമ്മൾ എടുക്കുക, ഇങ്ങനെയാണ് തിരിക്കാൻ ശ്രമിക്കുന്നത് ഡീൻ അല്ലേ. ഈ ലെങ്ത് നമ്മൾ എടുക്കേണ്ടത്. ഈ ലെങ്ത് എത്ര ആയിരിക്കും? 300 + 150 450. ഈ ആംഗിൾ 60 ആണ്. 450 ഇൻറ്റു cos 60. അല്ലേ, അത് ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഈ രണ്ട് മൊമെൻ്റ് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടണം ഫോർ ഇക്വിലിബ്രിയത്തിലാണല്ലോ ഈ ബോഡി ഉള്ളത്. അപ്പോൾ നമ്മളിത് രണ്ടും ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസിനെ പോസിറ്റീവും ക്ലോക്ക് വൈസിന് നെഗറ്റീവും ആക്കി എടുക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ എന്ത് വരും? ഇത് ഞാൻ ഇങ്ങോട്ട് RHSലേക്ക് അയക്കും. അപ്പോൾ എഫ് ബി സി ഇൻറ്റു 300 cos 30ൻ്റെ വാല്യൂ √3/2 ഈക്വൽ ടു പി ഇൻറ്റു 450 ഇൻറ്റു cos 60ൻ്റെ വാല്യൂ 1/2. 2 ക്യാൻസലായി. കാൽക്കുലേറ്റർ പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ പിയുടെ വാല്യൂ എന്താണ്? 40 kN ആണ് 40 ഇൻറ്റു 450 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു √3. പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ 40 ഇൻറ്റു 450 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു √3. നമുക്ക് എഫ് ബി സിയുടെ വാല്യൂ എന്ത് കിട്ടും? 36.64 kN എന്ന് കിട്ടും. ഓൾറൈറ്റ്, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എഫ് ബി സിയിലുള്ള ഫോഴ്സ് കിട്ടി. നമുക്ക് ഈ എഫ് ബി സി ഇതിലേക്ക് പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് കിട്ടും? ബി സിയിൽ ആക്ട് ചെയ്യുന്ന ആവറേജ് സ്ട്രെസ് കിട്ടും അല്ലേ. ഓൾറൈറ്റ്, അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു എഫ് ബി സിൻ്റെ വാല്യൂ 36.64 ഇൻറ്റു 1000 എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ 36.64 എന്നുള്ളത് കിലോ ന്യൂട്ടണിലായിരുന്നു. അത് ഞാൻ ന്യൂട്ടണിലേക്ക് ആക്കിയതാണ്. ഇത് എന്ത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ബി സി 180 mm². ഇത് ഞാൻ mm² തന്നെ എടുക്കുകയാണ്. ശരിക്കും നമ്മൾ മീറ്റർ സ്ക്വയറിൽ എടുത്താലാണ് സിഗ്മയുടെ വാല്യൂ പാസ്കലിൽ കിട്ടുക. പാസ്കൽ എന്ന് പറഞ്ഞാൽ Nm/m². ഇതിൽ കിട്ടണമെങ്കിൽ ഞാൻ MM-നെ മാറ്റി മീറ്ററിലാക്കണ്ടേ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, mm² തന്നെ വെക്കുകയാണ്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷൻ വീട്ടിൽ പറയാൻ മറന്നു പോയതാണ്. എന്ത്? സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് പാസ്കലാണ് കേട്ടോ, വിച്ച് ഈസ് Nm/m². നമ്മളിത് പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ എന്താ വരിക? ഇവിടെ 34 ആണ് വാല്യൂ. ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്കാണ്. 34 ആണ്.
നമുക്ക് കിട്ടുക 192.45 മെഗാ പാസ്കൽ എന്നാണ്. വൈ മെഗാ പാസ്കൽ? ഇവിടെ മില്ലിമീറ്റർ സ്ക്വയർ ഉള്ളതുകൊണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ സ്ട്രെങ്തോമീറ്ററിൽ നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ സിഗ്മ കണ്ടുപിടിക്കുന്ന സമയത്ത് P/A അല്ലേ, പീൻ്റെ യൂണിറ്റ് നമ്മൾ ന്യൂട്ടണിൽ, എപ്പോഴും പീൻ്റെ വാല്യൂ ന്യൂട്ടണിൽ കൊടുക്കുക, ഏരിയൻ്റെ വാല്യൂ മില്ലിമീറ്ററിൽ കൊടുക്കുക, മില്ലിമീറ്റർ സ്ക്വയറിൽ കൊടുക്കുക. അപ്പോൾ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടുമല്ലോ അതിൻ്റെ അവസാനത്തെ യൂണിറ്റ്, അതെന്ന് പറഞ്ഞാൽ മെഗാ പാസ്കലാണ്. നോട്ട് ചെയ്യുക, ന്യൂട്ടൺ പെർ millimeter square is nothing but megapascal. ഓക്കെ, അപ്പോൾ നമുക്ക് ആവറേജ് സ്ട്രെസ് കിട്ടിയിരിക്കുകയാണ് 192.45 മെഗാപാസ്കൽ.